നാല് മാസ കുട്ടി കിണറ്റിൽ വീഴുന്നത് കിടക്കുന്നുണ്ട് ഒരു ഇൻഫർമേഷൻ കിട്ടി. സോ ആ സമയത്തിൽ ഞങ്ങൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് അവിടെ പോയി ബേസിക് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഓബ്വിയസ് ആയിട്ട് 4 മാസ കുട്ടി കിണറ്റിലുള്ളതിന് ഒരു സസ്പീഷൻ ഉണ്ടാവും. ഇപ്പോൾ അത് അന്വേഷണത്തിൽ അത് ഒരു മർഡർ പോലെ നമ്മൾ മനസ്സിലായിട്ടുണ്ട്. അത് മർഡർ ചെയ്തത് ഒരു 12 വയസ്സ് കുട്ടി. വയസ്സ് കറക്റ്റായിട്ട് ഇന്നും റെക്കോർഡിക്കലായിട്ട് ഞങ്ങൾ ഇന്നും അന്വേഷിച്ചിട്ടില്ല. ബട്ട് 7ാவது വകുപ്പ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. സോ അവർ ഇപ്പോൾ അപ്രിഹെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മേലും ഇതുകുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. അവർ சொன்ன സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലത്തിൽ ചോദിച്ചപ്പോൾ சொன்ன സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ എടുക്കും സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കോൺട്രഡിക്ഷൻസ് എല്ലാം നോക്കിയിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ മൂവ് ഫോർവേഡ് ചെയ്യും. സാർ, ഈ 12 വയസ്സുകാരിയിലേക്ക് എങ്ങനെയാണ് പോലീസ് എത്തിയത്? എങ്ങനെയാണ് 12 വയസ്സുകാരിയാണ് ഇതിന് പിന്നിൽ നിന്ന് പോലീസിന് ക്ലിയർ ആയത്? അവർ ആൾറെഡി ഒരു ഫാദർ ആൻഡ് മദർ ഓഫ് ദി ഡിസീസ്ഡ് ചൈൽഡ്, അച്ഛനും അമ്മയും മരിച്ച 4 മാസ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു സംശയമുണ്ടായി. ഉള്ള ലാച്ച് വാസ് ക്ലോസ്ഡ് ഫ്രം ഇൻസൈഡ്. സോ വേറെ ആരും ചെയ്യാൻ പറ്റില്ല. സോ അതുകുറിച്ച് അവർ പറഞ്ഞതിൽ ഒരു കോൺട്രഡിക്ഷൻ വന്നത് ഈ കുട്ടി സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു കോൺട്രഡിക്ഷൻ വന്നത്. സോ പിന്നെ അത് റിവീലായി. കുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും ഈ പെൺകുട്ടിയെ സംശയം ഉണ്ടായിരുന്നു. ഉണ്ടായി. മോട്ടീവ് അത് ഒരു ജലസ് ഉണ്ടായി. ഈ 12 വയസ്സ് കുട്ടിക്ക് അവർക്ക് കിട്ടാൻ വേണ്ടിയ സ്നേഹം കിട്ടില്ലാണ് അവർ ഒരു പെർസെപ്ഷൻ ഉണ്ടായി. സ്നേഹം ഡിവൈഡായപ്പോൾ അവർക്ക് ഒരു പെർസെപ്ഷൻ അത് അവർ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രൈബ് അത് അളവുക്ക് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ അത് കുട്ടിയല്ല, നമ്മൾ കുറച്ച് സ്ലോ പേസിൽ അവരുടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞത് ഇതാണ്, സ്നേഹം കുറവായി, എനിക്ക് സ്നേഹം കുറവായി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് ഇപ്പോൾ അപ്രഹെൻഡ് ചെയ്യും. പിന്നെ JJB ജൂനിയർ ജസ്റ്റിസ് ബോർഡ് മുന്നേ ഹാജരാക്കും. യാരാണ് കുട്ടി? 12 വയസ്സുകാരെ കുട്ടി. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ കുട്ടി അവിടെ ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് നിന്ന് പറയുമ്പോൾ ഇത് ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിച്ചിരുന്നു. ഈ സംഭവം അത് നാച്ചുറലായിട്ട് എല്ലാവരും ചെയ്തതുപോലെ അവർ ചെയ്യും. അത് അവരെ കുറച്ച് സമയം എടുക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ അച്ഛൻ മരിച്ച് പിന്നെ അമ്മയും ഇല്ല, സെപ്പറേറ്റഡ് ആണ്. സോ അത് ഇത് ബാക്ക്ഗ്രൗണ്ടാണ്. ഇതുവരെ അന്വേഷണത്തിൽ അതുപോലെ ഇതും കണ്ടിട്ടില്ല. പിന്നെ അവർക്ക് ഇതും ഇതുപോലെ സിറ്റുവേഷനിൽ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് അവർക്ക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കണം. സോ ബേസിക്കായിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ അവർക്ക് ഏതും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്നാ അതുപോലെ നമ്മൾ അത് പ്രൈമറി ആയിട്ട് വെച്ചിട്ട് JJB ബോർഡ് മുന്നേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. മെൻ്റൽ സ്റ്റേജ് നോർമലാണോ? അത് ரொம்ப ഒരു ചൈൽഡ് ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റിൽ അവർ പറഞ്ഞതാണ്. സോ ഭയങ്കര നോർമലായിട്ടും ഉണ്ട്.